ആദ്യത്തെ ഒരു 2 ദിവസം റീനീറ്റ് പ്രഖ്യാപിച്ച ഒരു 2 ദിവസത്തേക്കേ ഉള്ളായിരുന്നു സ്ട്രെസ്സൊക്കെ. അപ്പോഴത്തേക്കും ബ്രില്യൻറ്റ് തിരിച്ച് ബാച്ച് റീകാൾ ആ ചെയ്യായിരുന്നു. പിന്നെ മാന്നാനത്തെത്തിയപ്പോഴത്തേക്ക് പിന്നെ പഴയ ആ ഒരു കോമ്പറ്റീറ്റീവ് അറ്റ്മോസ്ഫിയർ തന്നെ. ശരിക്കും ഇപ്രാവശ്യത്തെ ഫസ്റ്റ് റാങ്കിന് തികച്ചും യോഗ്യൻ നീരജ് തന്നെയാണ്. കാരണം ഈ 2 വർഷക്കാലവും ഈ കോഴ്സിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ റാങ്ക് ലിസ്റ്റ് വായിക്കുമ്പോൾ ഞാൻ എന്നും ആഗ്രഹിച്ചത് നീരജിൻ്റെ പേര് 1ാം റാങ്ക്. പലപ്പോഴും ഞാൻ വായിക്കുന്നത് മറ്റാരുമല്ല, ഇന്നത്തെ ഫസ്റ്റ് റാങ്ക് മറ്റാരുമല്ല നീരജ് എന്നാണ്. എല്ലാ കാര്യത്തിലും ആക്റ്റീവായിരുന്നു. ഇവർക്ക് കളിക്കാനും പോവും, ഡാൻസ് കളിക്കാൻ പോവും, പാട്ട് പാടാൻ പോവും. അങ്ങനെ ഒരു മാറി നിന്നിട്ട് ഒരു പുസ്തകം മാത്രമായിട്ട് പഠിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ലായിരുന്നു. എല്ലാവരും ശരിക്കും മനസ്സുകൊണ്ട്, ബ്രില്യൻ്റെ സ്റ്റുഡൻസ് പോലും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു നീരജ് തന്നെ 1ാം റാങ്കായിരുന്നത്. അത് 2 വർഷം അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പം ഞങ്ങളുടെ റിപ്പീറ്റിൻ്റെ ഒക്കെ മോഡലിൻ്റെ അനൗൺസ് ചെയ്യുമ്പം ഇന്നത്തെ ഫസ്റ്റ് റാങ്ക് എന്ന് പറയും, പിള്ളേർ വിളിച്ച് പറയും നീരജ്. ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല, നീരജ്. അതങ്ങനെ ആയിരുന്നു. അപ്പം നമ്മൾ എൻട്രൻസിനെ പറ്റി പറയുമ്പോൾ ഭയങ്കര സ്ട്രെസ്സാണ്, പിള്ളേർക്ക് ഭയങ്കര ഇതാണ്. പല ആൾക്കാരും ഇങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട്, പറയാറുണ്ട്, നമ്മളങ്ങനെ ചിന്തിക്കാറുണ്ട്. പക്ഷേ സ്കൂളിൻ്റെ അറ്റ്മോസ്ഫിയറിൽ അവർ നന്നായിട്ട് തന്നെ പഠിച്ചു, നന്നായിട്ട് എൻജോയ് ചെയ്തു. അതിൻ്റെ കൂടെ ഏറ്റവും നല്ല റിസൾട്ട് വാങ്ങി. നീരജ് ബി 2026 നീറ്റ് എക്സാമിൽ ഓൾ ഇന്ത്യ 89ാം റാങ്കോടെ കേരളത്തിലെ 1ാം സ്ഥാനമെത്തിയിരിക്കുകയാണ് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയായ നീരജ് ബി. വില്ലേജ് ഓഫീസറായ ബിജു ജിയുടെയും സ്റ്റാഫ് നേഴ്സായി വർക്ക് ചെയ്യുന്ന രേഖ എസിൻ്റെയും മകനായ നീരജ് മാന്നാനം സ്കൂളിൽ +1 +2 പഠനത്തോടൊപ്പം ബ്രില്യൻറ്റിൻ്റെ IIT എയിംസ് 2 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലൂടെയാണ് എൻട്രൻസ് പരിശീലനം നേടി ഈ മികച്ച വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. 2026 നീറ്റ് റിസൾട്ട് പ്രഖ്യാപിച്ചയുടൻ തന്നെ ബ്രില്യൻ ഡയറക്ടർ സ്റ്റീഫൻ സാറും ഒപ്പം നീരജിൻ്റെ മാന്നാനം സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്ന ഇപ്പോൾ ക്രിസ്തുജ്യോതി തിരുവല്ല സ്കൂളിലെ പ്രിൻസിപ്പളുമായ ഫാദർ ജെയിംസ് മുല്ലശ്ശേരി അച്ഛനും ബ്രില്യൻറ്റിൻ്റെ IIT എയിംസ് ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൻ്റെ കോർഡിനേറ്റേഴ്സുമെല്ലാം കരുനാഗപ്പള്ളിയിലെ നീരജിൻ്റെ വീട്ടിലെത്തി നീരജിനെ നേരിട്ട് അനുമോദിച്ചു. 2026 നീറ്റ് ടോപ്പറായ നീരജിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഹലോ, ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് കൊല്ലത്തുള്ള കരുനാഗപ്പള്ളിയിലാണ്. 20 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റ് 2026 എക്സാമിനേഷനിൽ കേരളത്തിലെ 1ാം സ്ഥാനം, ഓൾ ഇന്ത്യ റാങ്ക് 89. അതെ, ബ്രില്യൻറ്റിൻ്റെയും അതുപോലെ തന്നെ കേരളത്തിൻ്റെയും അഭിമാനമായ നീരജിൻ്റെ വീട്ടിലാണ് ഇന്ന് നമ്മളൊപ്പം എത്തിയിരിക്കുന്നത്. സോ നീരജ്, ആദ്യമേ തന്നെ കൺഗ്രാജുലേഷൻസ്. ഓക്കെ, കേരള ഫസ്റ്റ് റാങ്ക് അത് പ്രതീക്ഷിച്ചിരുന്നോ? എക്സാം കഴിഞ്ഞപ്പോൾ അത് പ്രതീക്ഷിച്ചിരുന്നില്ല. ആൻഡ് റിസൾട്ട് വന്നപ്പോഴാണ് ശരിക്കും കേരള ഫസ്റ്റ് ആവുമെന്ന് അറിഞ്ഞത്. ഓക്കെ, അതായത് ആദ്യം പറഞ്ഞ പോലെ 20 ലക്ഷം പേരിലാണ് 89ാം സ്ഥാനം, അതായത് ടോപ്പ് 100 സ്റ്റുഡൻസിൽ എത്തിയിരിക്കുകയാണ് നീരജ്. ഈ ഒരു റിസൾട്ട് അറിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു മൊമെന്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആദ്യം തന്നെ വീട്ടിലെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ആദ്യം ദൈവത്തിനോട് നന്ദി പറഞ്ഞിട്ടാണ് ബാക്കി എല്ലാവരും പിന്നെ കൺഗ്രാറ്റ്സ് എല്ലാവരും പറഞ്ഞു തുടങ്ങിയത്. ഇന്നലെ രാത്രിയിലാണ് റിസൾട്ട് വന്നത്. അപ്പോൾ അറിഞ്ഞായിരുന്നു ഇത്? എങ്ങനെയാണ് അറിഞ്ഞത് റിസൾട്ട്? കിടന്നായിരുന്നോ അതോ ആരെങ്കിലൊക്കെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുമായിരുന്നോ? അല്ല, ഫൈനൽ കീ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ലാപ്ടോപ്പ് എല്ലാം ഓണാക്കി ഇരിക്കുമായിരുന്നു. റിസൾട്ട് ഉടനെ തന്നെ വരും എന്നുള്ളൊരു പ്രതീക്ഷയിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഫാമിലി ഒക്കെ ആയിട്ടായിരുന്നു റിസൾട്ട് നോക്കിയത്? ഓക്കെ, ആ ഒരു മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? റിസൾട്ട് ഇത്ര ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവരുടെ ഒക്കെ ഒരു എന്താ പറയുക റെസ്പോൺസ് ഒക്കെ എങ്ങനെയായിരുന്നു? റിസൾട്ട് കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് ഇത്രയും 100-നകത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഫിക്സ്ഡ് ആയി പോയി. പിന്നെ അച്ഛനും അമ്മയും അപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി ആയിട്ട് ഉമ്മയൊക്കെ തന്നിട്ടാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ എല്ലാം ഒന്ന് റിയലൈസേഷനിലേക്ക് എത്തിയതല്ലേ, നോർമലായി വന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ നിരവധി മാധ്യമ പ്രവർത്തകരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് എന്താ പറയുക, നാട്ടിലൊരു സെലിബ്രിറ്റി ആയിരിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെ എക്സ്പെക്ട് ചെയ്തിരുന്നത്? എന്താ പറയാ, കയ്യിൽ നമ്മൾ കയറുമ്പോൾ നല്ലൊരു റാങ്ക് കിട്ടും എന്ന് ഉറപ്പായിരുന്നു. ഫാദറിന്റെ ഹെൽപ്പോടുകൂടി അവിടെ പഠിക്കുന്ന പിള്ളേർക്ക് നന്ദുവൽ നല്ല റാങ്ക് റിസൾട്ട് കിട്ടും എന്നുള്ള ഉറപ്പ്. പക്ഷേ ഇത്രയും വലിയ റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഓക്കെ, അപ്പൊ 2026 സംബന്ധിച്ചിടത്തോളം നീറ്റ് അല്ല റീനീറ്റ് ആണ് എഴുതിയത് അല്ലേ? അപ്പോൾ ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതിനൊക്കെ എങ്ങനെയാണ് അതിജീവിച്ചത്? ആദ്യത്തെ ഒരു 2 ദിവസം റീനീറ്റ് പ്രഖ്യാപിച്ച ഒരു 2 ദിവസത്തേക്കേ ഉള്ളായിരുന്നു സ്ട്രെസ്സൊക്കെ. അപ്പോഴത്തേക്കും ബ്രില്യൻറ്റ് തിരിച്ച് ബാച്ച് റീകാൾ ചെയ്യായിരുന്നു. പിന്നെ മാന്നാനത്തെത്തിയപ്പോഴത്തേക്ക് പിന്നെ പഴയ ഒരു കോമ്പറ്റീറ്റീവ് അറ്റ്മോസ്ഫിയർ തന്നെ. പെട്ടെന്ന് തന്നെ അതിലേക്കാണ് നമ്മൾ പെട്ടെന്ന് കയറാൻ പറ്റുമായിരുന്നു. പിന്നെ റൂംസും ക്ലാസ്സും അതിനുള്ള സപ്പോർട്ടും എല്ലാം തന്നെ
സ്കൂൾ പ്രൊവൈഡ് ചെയ്തു. ബാക്ക് ടു നോർമൽ ആക്കി അല്ലേ? Back to normal, Okay. പെട്ടെന്ന്. അപ്പോൾ എങ്ങനെയായിരുന്നു നമ്മുടെ പ്രിപ്പറേഷൻ ഒക്കെ? 2 വർഷത്തോളമായല്ലേ നമ്മൾ ഒരു നീറ്റ് എന്ന ഒരു സ്വപ്നം അത് മാത്രം നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ട് നമ്മൾ ഇങ്ങനെ പ്രയത്നിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു 2-year ജേണി? യുവർ ജേണി സ്ട്രെസ്സിനേക്കാളും ഉപരി ഹാപ്പി ആയിരുന്നു മോസ്റ്റ് ഓഫ് ദ ടൈംസ്. ലൈക്ക് എക്സാംസ് ആണെങ്കിൽ തന്നെയും അത്ര സ്ട്രെസ്സിങ് ആയിട്ടുള്ള എക്സാംസ് ആയിരുന്നില്ല. എക്സാംസിൻ്റെ കൂടെ തന്നെ ഒരു ഹാപ്പി മൂമെൻറ്റ്സും എക്സാംസ് കഴിഞ്ഞും എക്സാംസിന് മുമ്പും ക്ലാസ്സിന് ഇടയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്കൂൾസ് നല്ലോണം എക്സ്ട്രാ കരിക്കുലേഴ്സ് ഫോക്കസ് ചെയ്യുന്ന ഇതാണ്. കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. സോ മൈൻഡ് കാമായിട്ട് എക്സാം ഫോക്കസ് ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. റിലാക്സ്ഡ് ആകാനുള്ള കാര്യങ്ങളും കൂടെ നമ്മുടെ കോഴ്സിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മുടെ ലൈവ് സെഷൻ റിസൾട്ട് വന്നപ്പോൾ തന്നെ നമ്മുടെ ബ്രില്ലിൻ്റെ യൂട്യൂബ് ചാനൽ ലൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ നീരജിനെ പറ്റി വന്ന ഒരു കമൻ്റ് ആണ്, ബ്രില്ലിൻ്റിലെ മോഡൽ എക്സാംസിൻ്റെ കിങ് എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ, മോഡൽ എക്സാംസിൻ്റെ കിങ് അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു കമൻ്റ് അവിടെ വന്നത്? മോഡൽ എക്സാംസ് കുറച്ചുകൂടി പ്രിപ്പയർഡ് ആയിട്ട് എഴുതുന്ന ഒരാളായിരുന്നു ഞാൻ. സോ എല്ലാ പരീക്ഷയ്ക്കില്ലെങ്കിലും മോസ്റ്റ് ഓഫ് ദി എക്സാംസ് ഒക്കെ റാങ്ക് എടുക്കണം. നീരജ് ഇച്ചിരി മോഡസ്റ്റ് ആയിട്ട് പറയുന്നതാണ്. കാരണം നീരജിന്റെ കോർഡിനേറ്ററോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ആദ്യത്തെ 1-2 മോഡലിൽ മാത്രമാണ് നീരജ് ഇച്ചിരി താഴോട്ടുണ്ടായിരുന്നത്, ബാക്കി എല്ലാ മോഡലിലും നീരജ് ടോപ്പിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് 1-2 മോഡൽ അങ്ങനെ പറയണ്ട, നീരജ് ഒരുമാതിരിപ്പെട്ട എല്ലാ മോഡൽ എക്സാംസിനും ടോപ്പ് പൊസിഷൻ തന്നെ എത്തിയിരിക്കുന്ന ഒരു വിദ്യാർത്ഥി തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ മോഡൽ എക്സാംസ് എത്രത്തോളം നമ്മളെ എന്താ പറയുക പ്രിപ്പയർ ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്? യൂണിറ്റ് എക്സാംസിനേക്കാളും മോഡൽ എക്സാംസ് ആകുമ്പോൾ ഒരു കുറേ 5 to 6 ചാപ്റ്റേഴ്സ് പ്ലസ് നമ്മൾ കമ്പൈൻഡ് ആയിട്ട് എഴുതുക. അപ്പോൾ ടൈം മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ആ പാഠത്തിലുള്ള ക്ലാരിറ്റി ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യുന്ന ആ ഒരു എക്സാമാണ്. യൂണിറ്റ് എക്സാമിന് മാർക്ക് അപ്പോൾ പഠിച്ച് അപ്പോൾ എഴുതുന്ന അത് ഇച്ചിരി പറ്റും. പക്ഷേ മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ യൂണിറ്റ് എക്സാം കഴിഞ്ഞൊരു മേ ബി 1 month കഴിയുമായിരിക്കും. അപ്പോഴത്തേക്കും അത്രയും നേരത്തേക്ക് പാഠത്തിലെ ക്ലാരിറ്റി റീറ്റെയിൻ ആയിരിക്കണം. പിന്നെ അത്രത്തോളം ആ സ്കില്ല് ഷാർപ്പൻ ചെയ്താൽ മാത്രമേ ആ ടൈം മാനേജ്മെൻറ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഈ ഒരു ദിവസം നീരജിൻ്റെ വീട്ടിൽ ഒരുപാട് വിശിഷ്ട വ്യക്തികൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ മുല്ലശ്ശേരി അച്ഛനുണ്ട്, അതുപോലെ ബ്രില്ലിൻ്റെ ഡയറക്ടറായ സ്റ്റീഫൻ സാറുണ്ട്, കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവരോട് നീരജിനെ പറ്റി നമുക്ക് നീരജിൻ്റെ കുറച്ച് കാര്യങ്ങൾ അവരോട് നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. അപ്പോൾ സാർ ആദ്യമേ തന്നെ സാറിൻ്റെ കയ്യിലേക്ക് മൈക്ക് തന്നേക്കാം. വീണ്ടും കേരള ഫസ്റ്റ് നമ്മുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് ഈ ഒരു നിമിഷം നീരജിനെ പറ്റി പറയാനുള്ളത്? ശരിക്കും ഇപ്രാവശ്യത്തെ ഫസ്റ്റ് റാങ്കിന് തികച്ചും യോഗ്യൻ നീരജ് തന്നെയാണ്. കാരണം ഈ 2 വർഷക്കാലവും ഈ കോഴ്സിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ റാങ്ക് ലിസ്റ്റ് വായിക്കുമ്പോൾ ഞാൻ എന്നും ആഗ്രഹിച്ചത് നീരജിൻ്റെ പേര് 1ാം റാങ്ക്. പലപ്പോഴും ഞാൻ വായിക്കുന്നത് മറ്റാരുമല്ല, ഇന്നത്തെ ഫസ്റ്റ് റാങ്ക് മറ്റാരുമല്ല നീരജ് എന്നാണ്. അപ്പം ഏതെങ്കിലും ദിവസം 2, 3, 4 ആകുമ്പോൾ ഞാൻ എന്നാലും നീരജിൻ്റെ പേര് വിളിച്ചിട്ട് എന്ത് പറ്റും നീരജെ, ഒരു ബയോളജി കുറച്ച് താഴെ പോയല്ലോ. ഇവൻ ഫിസിക്സ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, നീരജിൻ്റെ ഒരു ഇതായിരുന്നു ക്വാളിറ്റി ആയിരുന്നു. ഫിസിക്സ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, ബയോളജി കുറച്ച് വീക്കുമായിരുന്നു. അപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞു ഈ ബയോളജി ഒന്ന് പൊക്കിയെടുക്കുക. അപ്പം എല്ലാവരും ശരിക്കും മനസ്സുകൊണ്ട്, ബ്രില്ലിലെ സ്റ്റുഡൻസ് പോലും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു നീരജ് തന്നെ 1ാം റാങ്കുകാരൻ എന്നുള്ളത്. അത് 2 വർഷം അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പം ഞങ്ങളുടെ റിപ്പീറ്റിൻ്റെ ഒക്കെ മോഡലിൻ്റെ അനൗൺസ് ചെയ്യുമ്പം ഇന്നത്തെ ഫസ്റ്റ് റാങ്ക് എന്ന് പറയും, പിള്ളേർ വിളിച്ച് പറയും നീരജ് എന്ന്. ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല, നീരജ്. അതങ്ങനെ ആയിരുന്നു. അപ്പം ഫസ്റ്റ് നീറ്റ് വന്നപ്പോൾ നീരജ് കുറച്ച് പുറകെ പോയപ്പോൾ എനിക്ക് തന്നെ വിഷമം തോന്നി. ഇത്രയും 2 വർഷം കഷ്ടപ്പെട്ട ഒരാൾ. അപ്പം ഞങ്ങൾ പറയുമായിരുന്നു റീനീറ്റ് വന്നത് നീരജിന് വേണ്ടിയായിരുന്നു. അതാണ്. അപ്പം ബ്രില്ലിനെ സംബന്ധിച്ചും പ്രത്യേകിച്ച് ഉണക്കന്നെ മന്ദാനം സ്കൂളിനെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും വലിയൊരു അഭിമാനമാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യമുണ്ട്, നീരജിന് വേണ്ടി അവരുടെ ജീവിതം തന്നെ മാറ്റിവെച്ച 2 പാരൻസ്. അവർ ഇവനെ അവിടെ ചേർത്തപ്പോൾ തന്നെ അച്ഛൻ ജോലി അവിടെ ട്രാൻസ്ഫർ വാങ്ങിച്ചിട്ട് അവനോടൊപ്പം തന്നെ അവിടെ താമസിക്കുമായിരുന്നു. ബിജു സാറ് പറഞ്ഞു ആദ്യത്തെ 2 മാസം അവൻ കുറച്ച് അടിപൊളിയായിട്ടൊക്കെ അങ്ങ് പോയി, എല്ലാവരുടെയും കൊടുത്ത് ഇങ്ങനെ ഒരു ജോലി ടൈപ്പായപ്പം അച്ഛൻ വന്നതോടെ കാര്യങ്ങൾ മാറി. അപ്പം അതും മിക്കവാറും പല കുട്ടികളുടെ കേസിൽ അങ്ങനെയാണ്, പേരൻസിനെ കൂട്ടത്തിന്നാൽ. കാരണം അത് നീരജിൻ്റെ മാത്രം ക്രെഡിറ്റല്ല, നീരജിൻ്റെ അച്ഛനും അമ്മയും കുടുംബവും ചേട്ടനും എല്ലാവരും കൂടി ചേർന്നൊരു ജോയിൻ്റ് എഫക്റ്റ്. ഒപ്പം മുല്ലശ്ശേരിജൻ്റെ ഗൈഡൻസും പിന്നെ ഞങ്ങളുടെ ടീമങ്ങളെല്ലാവരും ചേർന്നപ്പോഴാണ് ഈ 1ാം റാങ്ക്. ഒരുപാട് സന്തോഷം. തികച്ചും ഈ ഇന്നത്തെ കേരള ടോപ്പറിന് ഏറ്റവും യോഗ്യനായ നീരജിനെ കിട്ടി. അതിന് വന്ന് അവനെ അഭിനന്ദിക്കാൻ സാധിച്ച വലിയൊരു ഭാഗ്യപാടിയാണ്. ഓക്കെ സാർ. ഓക്കെ, അപ്പോൾ സാർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് മുല്ലശ്ശേരി അച്ഛൻ്റെ ആ ഒരു പ്രസൻസ്, ആ ഒരു ഗൈഡൻസ് ഒക്കെ പറഞ്ഞത്. അപ്പോൾ എന്താണ് നീരജിനെ പറ്റി അച്ഛനെ പറയാനുള്ളത്? എനിക്ക് ആദ്യം തന്നെ നീരജിനെയും പേരൻസിനെയും ബ്രദറിനെയും പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഏറ്റവും അർഹതയുള്ളൊരു വിജയം അതാണ് നീരജിന് കിട്ടിയിരിക്കുന്നത്. കാരണം നമ്മൾ ബ്രില്യൻറ്റിൻ്റെ എല്ലാ റിസൾട്ടും
ഞാൻ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യും. ബിജു സാറാണ് നമ്മുടെ കോർഡിനേറ്റർ. അപ്പോൾ ഓരോ പരീക്ഷ കഴിയുമ്പോഴും എൻ്റെ കയ്യിൽ ഈ റിസൾട്ട് വരായിട്ട് വരും. അപ്പോൾ നമ്മൾ എപ്പോഴും അതിലെ ഫസ്റ്റ് റാങ്ക് നീരജ്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ തന്നെ 4 കുട്ടികൾ, അപ്പോൾ അവർ 4 പേരും ഈ ഫസ്റ്റ് സെക്കൻഡ് ഇങ്ങനെ ആ ഒരു ടോപ്പ് റേഞ്ചിലാണ് എപ്പോഴും നീറ്റ് മോഡലിൽ നിൽക്കുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു റിസൾട്ട്. കാരണം മാന്നാനം KE സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബ്രില്യൻറ്റുമായിട്ട് ചേർന്ന് ഈ എൻട്രൻസ് പ്രോഗ്രാം നടത്താൻ തുടങ്ങി. ആ സ്കൂളിൻ്റെ ഒരു ചരിത്രം തന്നെ മാറ്റിയെടുത്തു. ബ്രില്യൻറ്റിന് മുമ്പും പിൻപും മാന്നാനം KE എന്നുള്ള പേരിലേക്ക് മാറി. അപ്പോൾ ഈ വർഷം നമുക്ക് എല്ലാ എൻട്രൻസ് പരീക്ഷകളും ഇപ്പോൾ കേരളത്തിൽ നമ്മൾ നടന്ന ഇവിടുത്തെ ഓൾ ഇന്ത്യ എല്ലാ പരീക്ഷകളിലും കേരളത്തിൽ ഒന്നാമത് ഈ എത്തിയ കുട്ടികൾ നമ്മുടെ മാന്നാനം KE സ്കൂളിലെ കുട്ടികളാണ്. അത് JEE മെയിൻസ് ആണെങ്കിലും അഡ്വാൻസ് ആണെങ്കിലും കീമാണെങ്കിലും ഇപ്പോൾ നീറ്റ്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ റാങ്കുകൾക്കും ഒന്നാമതെത്താനായിട്ട് ആ സ്കൂളിന് സാധിച്ചു. അതിവർ ഇങ്ങനെ ഈ ഒരു ബാച്ചിൻ്റെ ഒരു പ്രത്യേകത കൂടെയായിരുന്നു. അവർ നന്നായിട്ട് എല്ലാ കാര്യത്തിലും ആക്റ്റീവായിരുന്നു. ഇവർക്ക് കളിക്കാനും പോവും, ഡാൻസ് കളിക്കാൻ പോവും, പാട്ട് പാടാൻ പോവും. അങ്ങനെ ഒരു മാറി നിന്നിട്ട് ഒരു പുസ്തകം മാത്രമായിട്ട് പഠിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ എല്ലാത്തിലും ഇടപെട്ട് അവർ നല്ലതായിട്ട് തന്നെ നമ്മൾ എൻട്രൻസിനെ പറ്റി പറയുമ്പോൾ ഭയങ്കര സ്ട്രെസ്സാണ്, പിള്ളേർക്ക് ഭയങ്കര ഇതാണ്. പല ആൾക്കാരും ഇങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട്, പറയാറുണ്ട്, നമ്മളങ്ങനെ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു അറ്റ്മോസ്ഫിയർ, സ്കൂളിൻ്റെ അറ്റ്മോസ്ഫിയറിൽ അവർ നന്നായിട്ട് തന്നെ പഠിച്ചു, നന്നായിട്ട് എൻജോയ് ചെയ്തു. അതിൻ്റെ കൂടെ ഏറ്റവും നല്ല റിസൾട്ട് വാങ്ങി. നിരജന എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പിന്നെ നീറ്റിൻ്റെ കേരള റിസൾട്ട് വന്നപ്പോൾ ആദ്യ 10ൽ 4 എണ്ണവും ഒരേ ക്ലാസ്സിലെ തോമസ് കുര്യനും എട്ടനാടും നീരജും പിന്നെ ലാറൻ മുരളീകൃഷ്ണ 4 പേര്. ഇവർ 4 പേരും മോഡലുകൾക്ക് പലപ്പോഴും മാറി ഫസ്റ്റായി വന്നിരുന്നു. എങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് കിട്ടിയ നീരജ് തന്നെ വന്നു. അത് അതുകൊണ്ട് മാന്നാനം സ്കൂളിനെ സംബന്ധിച്ച് KE സ്കൂളിനെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷിക്കാവുന്നൊരു വർഷമാണ്. കാരണം കേരളത്തിലെ മെഡിക്കൽ എൻട്രൻസിൻ്റെ ഫസ്റ്റ് 10ൽ 4 പേര് ഒരേ ബാച്ചിൽ ഒരേ ബെഞ്ചുകളിൽ നിന്ന് പറയാവുന്ന ഇതിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. എഞ്ചിനീയറിങ്ങിനൊരു പ്രാവശ്യം ഒരു JEE മെയിൻസിന് ഒരേ ബെഞ്ചിലെ 4 പേര് 1, 5, 6 മേടിച്ചു. അത് ഒന്നുകൂടെ ഒരു ചരിത്രം ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റീഫൻ സാറാണെങ്കിലും മുല്ലശ്ശേരി സാറാണെങ്കിലും എടുത്തു പറഞ്ഞൊരു കാര്യമാണ് പേരൻസിൻ്റെ സപ്പോർട്ട് എന്നുള്ളത്. അപ്പോൾ പേരൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ബിജു സാർ, അപ്പോൾ എന്താണ് ഈ ഒരു നിമിഷം പറയാനുള്ളത്? മക്കളിലൂടെ രക്ഷകർത്താക്കൾ അറിയപ്പെടുക എന്ന് പറയുന്ന ഒരു അസുലഭ നിമിഷമാണ്. അതിന് അവനെ പ്രാപ്തനാക്കിയത് അവൻ്റെ കഠിനാധ്വാനവും അതോടൊപ്പം ദൈവാനുഗ്രഹവുമാണ്. അതിന് അതോടൊപ്പം ബ്രില്യൻ്റെ ചിട്ടയായ പരീക്ഷാ രീതികളിൽ സ്ട്രെസ് അനുഭവിക്കാതിരിക്കാൻ ആ KEയിലെ ആ അറ്റ്മോസ്ഫിയർ ശരിക്കും സഹായിച്ചിട്ടുണ്ട്. അവിടുത്തെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അങ്ങനെ എല്ലാം. നമ്മൾക്ക് മോനെ എവിടെ പഠിക്കുന്നത് ചോദിച്ചാൽ KEയിലാന്ന് പറഞ്ഞാൽ വ്യൂസ് ഉറപ്പായി എന്നാണ് അവർ പറയുന്നത്. ഇത് മുല്ലശ്ശേരി അച്ഛൻ്റെ എന്തോ മാജിക്കാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അത് ശരിക്കും മുല്ലശ്ശേരി അച്ഛന് ശരിക്കും കടപ്പെട്ടിരിക്കുന്നു. എങ്ങനെയായാലും ഈ സന്ദർഭത്തിൽ വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഓക്കെ, ആദ്യത്തെ 1-2 മാസം എന്തോ ഒരു ചെറിയൊരു എന്തോ ഒരു സംഭവം സംഭവിച്ചു. അത് കഴിഞ്ഞിട്ടാണ് സാർ അങ്ങോട്ട് ട്രാൻസ്ഫർ ആയെന്ന് പറഞ്ഞത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രില്യൻ്റെ സ്കോർ കാർഡ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. വെച്ചാൽ ആദ്യത്തെ മോഡലുകളൊക്കെ ടോപ്പിലില്ല. അപ്പം നിരജന തന്നെ തോന്നി ഇത് വഴുതി പോകുന്നുണ്ടോ എന്ന്. അപ്പം മിക്കവാറും ഞാൻ ഈവനിങ് ചെല്ലും. അപ്പോൾ ബിസാർ ചോദിക്കും എന്നും ഇവിടെ ഉണ്ടല്ലോ എന്ന്. അപ്പം ഒരു ദിവസം ചെന്നപ്പോൾ പറഞ്ഞ് അച്ഛാ പറ്റത്തില്ല, നമുക്ക് വീടെടുക്കാം. അപ്പം ഞാൻ പറഞ്ഞാൽ ഓക്കെ. അപ്പോൾ തന്നെ നമ്മൾ വീടെടുത്ത് മാറി. പക്ഷേ അതിനുശേഷം കൺസിസ്റ്റൻ്റായിട്ട് സ്റ്റീഫൻ സാർ പറഞ്ഞാണ് കൺസിസ്റ്റൻ്റ് ഫസ്റ്റ് അടിക്കുമായിരുന്നു. അതൊരു വലിയ നേട്ടമായിരുന്നു. തീർച്ചയായിട്ടും നീരജിന് തോന്നി, അത് കയ്യിൽ നിന്ന് പോകുന്നുണ്ടോ എന്നൊരു സംശയം തോന്നി. അങ്ങനെ നമ്മൾ വീടെടുത്തു. അത് പിന്നെ ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ചു. അതിൻ്റെ ഒരു ഫലമാണിത്. സന്തോഷവും അഭിമാനവും തോന്നുന്നു. ആദ്യം തന്നെ ബ്രില്യനും KE സ്കൂളിനും മുല്ലശ്ശേരി അച്ഛനും കോർഡിനേറ്ററിനും ജൂണി സാറിനും എല്ലാവരോടും നന്ദി പറയുന്നു. ക്ലാസ് ടീച്ചർമാരും എല്ലാവരോടും നന്ദി പറയുന്നു. അവരുടെ ചിട്ടയായ പഠന രീതി കൊണ്ടും അവൻ്റെ കഠിനാധ്വാനം കൊണ്ടും ഈ നല്ല രീതിയിലുള്ള റാങ്ക് കിട്ടിയതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. അപ്പോൾ ഈ ഒരു വിജയത്തിന് ഒരു കോർഡിനേഷൻ നൽകിയ നമ്മുടെ മാന്നാനം KE സ്കൂളിലെ ബ്രില്യൻ്റെ കോർഡിനേറ്ററായ ബിജു ടി സാർ നമ്മളോടൊപ്പം ഉണ്ട്. സാർ, 2 വാക്കുകൾ. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ 2 വർഷമായിട്ട് KE സ്കൂളിൽ +1 +2 പഠിച്ചിട്ടാണ് ഈ കേരളത്തിലെ ഫസ്റ്റ് റാങ്ക് മേടിച്ചത്. ഓൾ ഇന്ത്യയിലെ 89 റാങ്ക്. അപ്പോൾ നമുക്ക് +1 +2 പലരും വിചാരിക്കും ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര കോച്ചിങ്ങിൻ്റെ ഒരു കഠിനമായ ഒരു
പ്രശ്നമുണ്ടെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അതൊന്നുമില്ല. +1 +2 അതിനൊപ്പം വളരെ സന്തോഷത്തോടു കൂടിയാണ് നീരജ് പഠിച്ചത്. നമുക്ക് റാങ്ക് ലിസ്റ്റൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ ശ്രീ സാറൊക്കെ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ എപ്പോഴും കാണുമ്പം ചിലപ്പോൾ നമുക്ക് ടെൻഷൻ തോന്നാറുണ്ട്. ചിലപ്പോൾ ഇത് ഇങ്ങനെ അവസാനം വരെ നിൽക്കുമോ എന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ അത് പിടിച്ചു വന്നു. അത് എനിക്ക് തോന്നുന്നു KE സ്കൂളിൽ വന്നിട്ട് കുറേ വർഷമായി ഞാൻ വന്നിട്ട് തന്നെ ആദ്യമാണ് ഇത്രയും മോഡൽ എക്സാമിനേഷൻ ഒരേപോലെ തന്നെ പിടിച്ചു നിന്ന സ്റ്റുഡൻസ് വളരെ കുറവാണ്. അതിന് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. അപ്പം പേരൻസിൻ്റെ സപ്പോർട്ട് നമുക്ക് ഇന്ന് കാണാം. സാറെന്നും ഫാദർ എന്നും അവിടെ നിന്ന് അങ്ങനെ ചോദിക്കാറുണ്ട്, എന്നും ഉണ്ടോയെന്ന് വെച്ചാൽ സത്യമാണ്. ആ ഒരു സപ്പോർട്ട്, പേരൻസിൻ്റെ സപ്പോർട്ട്, ഒപ്പം സ്കൂളിൽ പഠിക്കാനുള്ള ഒരു അന്തരീക്ഷം അത് മുല്ലശ്ശേരി അച്ഛന് അവിടെ എന്നും ചെയ്ത് തന്നിട്ടുണ്ട്. അത് നന്നായിട്ട് ഉപയോഗിച്ചു. അതിലൂടെയൊക്കെയാണ് ഈ റിസൾട്ടൊക്കെ വന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ വർഷമാണ് ഏറ്റവും നല്ല റിസൾട്ടുകൾ ഓൾ ഇന്ത്യ ലെവലിൽ നടന്ന എഞ്ചിനീയറിംഗ് മെഡിക്കലിലൊക്കെ എല്ലാ എക്സാമിനേഷനും നല്ല കുട്ടികൾ പെർഫോം ചെയ്തു. അത് KE സ്കൂളിൻ്റെ ഒരു അന്തരീക്ഷവും സാഹചര്യവും നല്ല കുട്ടികളോട് വരികയും അവർ വേണ്ട വിധത്തിൽ സമയമെടുത്ത് നന്നായിട്ട് അവർ പ്രിപ്പറേഷൻ ചെയ്ത് എത്തി. അതിന് പ്രത്യേകം ഒരിക്കൽ കൂടി എല്ലാവരും അഭിനന്ദിക്കുന്നു. അപ്പോൾ നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ IIT എയിംസ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൻ്റെ തന്നെ കോർഡിനേറ്റർ ജൂണി സാറും ഈ ഒരു നിമിഷം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാർ എന്താണ് പറയാനുള്ളത്? കേരള ഫസ്റ്റ് റാങ്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. ആദ്യം തന്നെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. വളരെയേറെ സന്തോഷമുണ്ട്. ഫസ്റ്റ് റാങ്ക് എത്തി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റീനീറ്റ് നീരജിന് വേണ്ടിയാണ് എന്ന് ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് നീറ്റിനകത്തൊരു ചെറിയ മാർക്കിനകത്ത് ചെറിയ ചെറിയ കുറവുകൾ, അത് കുഴപ്പം കൊണ്ടൊന്നും അല്ല സംഭവിച്ചത്. അപ്പോൾ ആ ഇച്ചിരി ചെറിയ ശ്രദ്ധക്കുറവ്, നോട്ടക്കുറവ് കൊണ്ടൊക്കെ സംഭവിച്ചെന്നുള്ളതേ ഉള്ളൂ, അറിയാൻ മേലാത്തതുകൊണ്ടൊന്നുമല്ല. അപ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, അവനത് നേടിയെടുത്തു. കാരണം ഇവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഓരോ മോഡൽ പരീക്ഷ, മോഡലിനേക്കാൾ ഉപരി ഫസ്റ്റ് ഇയറിൽ തൊട്ടുള്ള പരീക്ഷകൾ എടുത്ത് നോക്കിയാൽ അവിടെയൊക്കെ എപ്പോഴും ആദ്യം കാണുന്ന പേര് നീരജ് എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ നമുക്കൊരു പ്രതീക്ഷ തുറക്കം തൊട്ട് തന്നെയുണ്ട്. നമുക്ക് 2026 ഒരു നല്ല റാങ്കിനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ അത് എപ്പോഴും കീപ്പ് ചെയ്ത് കൊണ്ടുവന്നു. റിപ്പീറ്റേഴ്സിനൂടെയുള്ള മോഡൽ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണെങ്കിലും എല്ലാ പരീക്ഷകളിലും വരുന്നത് ഞങ്ങൾ ആദ്യം നോക്കുന്നത്, അല്ലെങ്കിൽ പരീക്ഷ കഴിയുമ്പം ആദ്യം ഞങ്ങൾ വിജയസാറിനെ വിളിച്ച് ചോദിക്കും അവന് സ്കോർ എത്രയുണ്ട്. അതാണ് നമ്മുടെ ആദ്യത്തെ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. പരീക്ഷയുടെ ഒരു റേഞ്ച്, പ്രത്യേകിച്ച് നല്ല ടഫ് എക്സാം ആണെങ്കിൽ പോലും അവന് നല്ല കൂളായിട്ട് എക്സാം എഴുതുമായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പലപ്പോഴും പല കുട്ടികളും ടഫ് എക്സാം വരുമ്പം സങ്കടപ്പെടുന്നു, അല്ലെങ്കിൽ ഒന്ന് പുറകോട്ട്. പക്ഷേ ഇവൻ തിരിച്ചാ, ടഫ് എക്സാം വരുന്നതാണ് നീരജ് എപ്പോഴും സ്കോർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഫിസിക്സ് പല പരീക്ഷകളിലും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം ഒരു നല്ല എക്സാം വരണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. നല്ല എക്സാം വന്നു, നല്ല റിസൾട്ട് കിട്ടി. അതുപോലെ തന്നെ ഈ വർഷം ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൽ നിന്ന് നല്ല റിസൾട്ടാണ്. ഇപ്പോൾ സ്റ്റീവൻ സാറ് പറഞ്ഞ പോലെ ആദ്യത്തെ 10-നുള്ളിൽ 4 പേര് ഒരു സ്കൂളിൽ നിന്ന് തന്നെ വന്നു. ഈ വർഷം ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൽ നിന്ന് നല്ല റിസൾട്ടുകൾ കുട്ടികൾ നേടിയെടുത്തു. അതിലും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാ കുട്ടികളെയും പ്രത്യേകം അനുമോദിക്കുന്നു. താങ്ക് യു. അപ്പോൾ ഇവരെല്ലാവരും കോമൺ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ഫിസിക്സ് ആണ് നീരജിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് എന്നുള്ളത്. പൊതുവേ നമ്മൾ ഈ എഞ്ചിനീയറിംഗ് ബാച്ചിലെ കുട്ടികൾക്കാണ് മാത്സ്, ഫിസിക്സ് പോലത്തെ വിഷയങ്ങളോട് ഒരു എക്സ്ട്രാ ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് നീരജിന് ഫിസിക്സിലോട്ടൊരു കമ്പം? ഫിസിക്സ് ആക്ച്വലി 4th ക്ലാസ് ഒക്കെ തൊട്ടാണ് ഫിസിക്സ് തുടങ്ങുന്നത്. ആൻഡ് ആക്ച്വലി 7th 8th ആയപ്പോഴത്തേക്ക് എൻ്റെ മാമൻ എഞ്ചിനീയറാണ്. അപ്പോൾ മാമൻ ഇപ്പോൾ നോർത്തിലോട്ടൊക്കെ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പം മാമൻ വന്നിട്ട് പറയും, 8th പിള്ളേർ ആ സമയത്ത് കാൽക്കുലസ് പഠിക്കും, ഇൻ്റഗ്രേഷൻ പഠിക്കും, ഫിസിക്സ് ഒക്കെ പഠിക്കും. ആ സമയത്ത് എനിക്ക് കുറച്ച് ബേസിക്സ് കാൽക്കുലസിൻ്റെ ഇൻ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ സ്റ്റാർട്ട് ചെയ്ത് പഠിപ്പിച്ചു തരുന്നു 8th. അപ്പം അത് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ആക്ച്വലി ഒരു ഇൻട്രസ്റ്റ്, ആക്ച്വലി മാത്സിൽ അങ്ങനെയാണ് ഒരു ഇൻട്രസ്റ്റ് വരുന്നത്. പിന്നെ മെല്ലെ മെല്ലെ മാത്സിനേക്കാളും ഫിസിക്സിലോട്ട്. പിന്നെ അതുപോലെ തന്നെ പുള്ളി കുറേ വായിക്കും, പുള്ളിയുടെ കുറേ ബുക്സും ലെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിലും ഫിസിക്സ് നല്ല പുസ്തകങ്ങളുണ്ട്, സ്റ്റീഫൻ ഹോക്കിൻസിൻ്റെ പോലത്തെയൊക്കെ. അതൊക്കെ വായിക്കുമ്പോഴത്തേക്ക് ഫിസിക്സ് അങ്ങ് ഇഷ്ടമാണ്. മെഡിസിനാണ് ഇഷ്ടം, പക്ഷേ ആ ഫിസിക്സിനോട് ആ ഒരു ഇഷ്ടം എപ്പോഴും ഉണ്ടായിരിക്കും. ഉണ്ട്. ഓക്കെ. അപ്പോൾ ഫിസിക്സ് ആണ് ഏറ്റവും ഫേവറേറ്റ്. ഒട്ടും ഇഷ്ടമില്ലാത്ത വിഷയം? ഇഷ്ടമില്ലാത്ത വിഷയം അങ്ങനെ ഇഷ്ടമില്ലാത്ത വിഷയങ്ങളൊന്നുമില്ല. താരതമ്യേന ചെയ്തെടുക്കാൻ ഇച്ചിരി പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ കെമിസ്ട്രി നല്ല കട്ടിയായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഒരു എക്സാം ഞാൻ കണ്ടിട്ടില്ല. ഈവൻ JEE മെയിൻസ് പോലും ഞാൻ കണ്ടില്ല. പക്ഷേ ബ്രില്യൻ്റെ ലെവൽ 3 മോഡൽ എക്സാംസ് ഒക്കെ എടുത്ത് ചെയ്യുമ്പോൾ അത് ചെയ്യാൻ ഭയങ്കര പാടാണ്. അത് മാത്രമേ ഉള്ളായിരുന്നു ചെയ്യാൻ പാടായിട്ട്. ബാക്കി സബ്ജക്ട്സ് ഒന്നും വലിയ വിഷയമൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല. ഓക്കെ. അപ്പോൾ 2 വർഷം
നമ്മുടെ സ്കൂൾ പഠനത്തോടൊപ്പം തന്നെയാണ് ഈ ഒരു എൻട്രൻസ് കോച്ചിങ് ബ്രില്ലിലൂടെ നേടിയെടുത്തത് അല്ലേ? ഓക്കെ. പെട്ടെന്ന് നോക്കുമ്പോൾ പലരുടെ ഒരു എന്താ പറയുക, ഒരു മുൻവിധി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, എൻട്രൻസ് +2 കൂടെ തന്നെ വേണോ, ഇത് രണ്ടും കൂടെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? ഓക്കെ, അപ്പോൾ ആ ഒരു ചോദ്യത്തോട് നീരജ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത്? +2 മാർക്കൊക്കെ ഉണ്ടായിരുന്നത്, എന്തെങ്കിലും ഒരു ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് രണ്ടും കൂടെ എങ്ങനെ പാരലായിട്ട് കൊണ്ടുപോകുന്നതിൽ? ഇല്ല, ആക്ച്വലി എനിക്ക് +2 99.5 ആയിരുന്നു എൻ്റെ ടോട്ടൽ സ്കോർ. ആക്ച്വലി അത് എൻട്രൻസ് അതുമായിട്ട് ഒരു തരത്തിൽ അഫക്റ്റഡ് ആയിട്ടില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് നമുക്ക് നല്ലോണം മാത്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും സെക്കൻഡ് ലാംഗ്വേജിൻ്റെയും ക്ലാസ്സസ് കറക്റ്റായിട്ട് തരാറുണ്ട്. അത് മാത്രമേ നമുക്ക് പ്രത്യേകിച്ച് ആവശ്യമുള്ളൂ. ആക്ച്വലി എൻട്രൻസിന് പഠിക്കുമ്പോൾ JEE ബാച്ച് ആണെങ്കിലും നീറ്റ് ബാച്ച് ആണെങ്കിലും പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, PCMB ബാച്ചിലാണ് ബയോളജി പിന്നെ നോക്കേണ്ട ആവശ്യം നമുക്ക് ഒരിക്കലും വരുന്നില്ല. പിന്നെ ഫിസിക്സ് അത്ര ഹൈ ലെവലിൽ പിള്ളേർ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. മാത്സിൽ ചില പാഠങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഈസിയർ ആവും. പിന്നെ ബാക്കി കുറച്ചേ ഉള്ളൂ, ലൈക്ക് പ്രോബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ് പോലത്തെ പാഠങ്ങൾ മാത്രമേ നമുക്ക് ഇച്ചിരിയെങ്കിലും പാടാം. അതൊക്കെ സാറന്മാർ നല്ലോണം കൊടുക്കും അവിടെ. അതായത് എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഈ ബോർഡ് എക്സാമിന് വേണ്ടി തന്നെ ബ്രില്ലിൻ്റെയോടുള്ള കോച്ചിങ്ങിലൂടെ നമുക്കത് ഓക്കെ ആയി കിട്ടുവാണ്. ബാക്കിയുള്ള ഔട്ട്സൈഡ് ഓഫ് എൻട്രൻസ് ടോപ്പിക്, ഈ ലാംഗ്വേജ് ടോപ്പിക്സ് ഒക്കെയാണ് അതിനും ബെസ്റ്റ് കോച്ചിങ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു കമ്പാരിസണോ അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല? ഇല്ല, ഒന്നും സംഭവിച്ചില്ല. എക്സാം ടൈമിലൊക്കെ ആക്ച്വലി ഹാപ്പി മൂമെന്റ്സ് ആയിരുന്നു. ഓക്കെ. ഇപ്പം എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ഒരു ക്ലാസ്സിൽ നിന്ന് തന്നെ അത്രയും റാങ്ക് വരിക എന്നുള്ളത്. അപ്പോൾ ഒരു പിയർ ഇൻഫ്ലുവൻസ്, നിങ്ങളുടെ ഇടയിലുള്ള ഒരു പിയർ ഇൻഫ്ലുവൻസ് അതെങ്ങനെയായിരുന്നു? പിയർ ഇൻഫ്ലുവൻസ് അത് ഞാൻ ആക്ച്വലി ഫസ്റ്റ് 2 months ഞാൻ ഹോസ്റ്റലായിരിക്കുമ്പം ഫസ്റ്റ് എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ ലൈക്ക് ഗൗരി ശങ്കർ, റോഷൻ രാജു, വിഘ്നേഷ്, പിന്നെ തോമസ് കുര്യൻ, ലെനാർഡ് റോഷൻ, മുരളി, അങ്ങനെയുള്ളവരൊക്കെ അതാണ് നമ്മുടെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ്. ഈ പറഞ്ഞ പേരുകളൊക്കെ പത്രത്തിൽ വിളിക്കുന്ന പേരുകൾ തന്നെയാണ്, JEE ആയിക്കോട്ടെ നീറ്റ് ആയിക്കോട്ടെ, അവരൊക്കെയാണ് നമ്മുടെ അടുത്ത ഫ്രണ്ട്സ്. അപ്പം നമ്മൾ എന്ത് സംസാരിച്ചാലും നമുക്ക് പഠിക്കുന്ന കാര്യം സംസാരിക്കുന്നത്, ഇപ്പം നമ്മൾ സാധാരണ ഒരാൾ സംസാരിക്കും പഠിക്കുന്ന കാര്യം സംസാരിക്കും എപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നാൽ മതിയോ എന്നുള്ളൊരു ടോക്കാണ് നമ്മുടെ അടുത്ത്. പക്ഷെ അവരുടെ അടുത്തൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യം സംസാരിക്കുമ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റ്. നമ്മൾ ഒരു ഫിസിക്സ് ടോപ്പിക്കിലായിരിക്കും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക, സംസാരിച്ച് അങ്ങ് പോകുന്നത്. അതൊക്കെ ആക്ച്വലി ആ കോൺസെപ്റ്റൊക്കെ ബിൽഡ് ചെയ്യാൻ ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ കേരളത്തിലെ ഫസ്റ്റ് റാങ്ക് ഓൾ ഇന്ത്യ 89, മാർക്ക് നോക്കുകയാണെങ്കിൽ 692 ഔട്ട് ഓഫ് 720. ഒരു ഡ്രീം ക്യാമ്പസ് എന്താണെങ്കിലും ഇപ്പോൾ മനസ്സിലൊരു ഏകദേശ രൂപമൊക്കെ ആയി കാണുമല്ലോ. ഓക്കെ, എവിടെയാണ് ഡ്രീം ക്യാമ്പസ് ആയി നോക്കി? ഡ്രീം ക്യാമ്പസ് എയിംസ് ദില്ലിയാണ്. അത് ആക്ച്വലി 2 ഫാക്ടേഴ്സ് പറഞ്ഞത്. ഒന്ന് എൻ്റെ അച്ഛനും, പിന്നെ ഒന്ന് നമുക്ക് കെമിസ്ട്രി പഠിപ്പിച്ചൊരു സാറ് ജെയ്ബൻ ജോർജ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റ്, ബ്രില്ലിയൻ്റ് തന്നെ സ്റ്റുഡൻറ്റ് ഉള്ള ആയിരുന്നു. പുള്ളിയുടെ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. ആ ചേട്ടൻ്റെയും കഥ നമ്മളോട് പറഞ്ഞായിരുന്നു, ആ സാറ് നമുക്ക് പറഞ്ഞു. അപ്പം അത് ആ പുള്ളിയുടെ സ്റ്റോറി കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ആക്ച്വലി എനിക്ക് എയിംസിൽ തന്നെ പഠിക്കണം, അങ്ങനെ തന്നെ പഠിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇൻസ്പയർഡ് ആകാൻ ചുറ്റിനും ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതെല്ലാം അതിൻ്റെ ഏറ്റവും നല്ല കാര്യങ്ങൾ മാത്രം ഉൾക്കൊണ്ടാണ് ഇന്ന് ഈ ഒരു നിലയിൽ നീരജ് എത്തിയിരിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ഓൾ ഇന്ത്യ 89 കേരള ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്ന നീരജ്, അപ്പോൾ ഒന്നും കൂടി കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പോൾ ആഗ്രഹിച്ച പോലെ തന്നെ എയിംസ് ഡൽഹിയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.